ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി ഈസി ചിക്കൻ മന്തി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. വളരെ പെട്ടെന്ന് എങ്ങനെ ചിക്കൻ മന്തി ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. വളരെ ഈസിയായി തന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് പെട്ടെന്നൊരു മന്തി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ടേസ്റ്റും അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ? വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് വലിയ പീസ് വേണം എന്നൊന്നുമില്ല കേട്ടോ. നമ്മുടെ കയ്യിലുള്ള ചെറിയ കഷ്ണങ്ങളൊക്കെ എടുത്താൽ മതി. ഒരു തട്ടിക്കൂട്ട് മന്തിയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു 1/2 ക്യാപ്സിക്കവും 1/2 വെള്ളിയുള്ളിയും കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 മാഗി ക്യൂബ് ഇതുപോലെ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. വേറെ കളറൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ കുരുമുളകും ചെറിയ ജീരകവും മല്ലിയും മുഴുവനായി തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മാഗി ക്യൂബിൽ ഉപ്പ് ഉണ്ടാവും, അപ്പോൾ അത് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. ഇനി ഈ മിക്സ് ആക്കിയതിലേക്ക് നമുക്ക് കുറച്ച് അല്പം മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടുപ്പിലോട്ട് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഒരു 5-10 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ചിക്കൻ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ വേവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഇവിടെ വേവിക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ റൈസ് ഉണ്ടാക്കാനായിട്ട് ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് വെള്ളത്തിലിട്ടിട്ട് ഒരു 1/2 മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. അതിനായി ഞാനിവിടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കുടുക്കയിലേക്ക് വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരല്പം ഓയിൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന അരി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് തിളവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ ഒരു 90% വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്ര മതി. നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒന്ന് ഡ്രൈ ആക്കി മാറ്റാം. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ ഇവിടെ നല്ലപോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മസാലയൊക്കെ ആയിട്ട് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ചിക്കൻ പീസൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ. നമുക്ക് റൈസിൻ്റെ മേലെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇതിൽ നിന്നും കോരിയെടുക്കാം. ഇനി ഈ ബാക്കി വന്നിട്ടുള്ള മസാലയിലേക്കാണ് നമ്മൾ റൈസ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ചിക്കൻ പീസ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാതും ഞാൻ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക് ഒരു 2-3-4 പച്ചമുളക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ചാർക്കോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഞാനത് ചെയ്യുന്നില്ല. അപ്പോൾ ഞാനിവിടെ ഒരു 15 മിനിറ്റ് ദമ്മിനായിട്ട് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ 15 മിനിറ്റിന് ശേഷം നമ്മുടെ മന്തി ഇവിടെ നല്ലപോലെ തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിൽ നിന്നും ചിക്കൻ പീസൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് റൈസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ പീസുകളൊക്കെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു മന്തി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ അടിവശത്ത് കുറച്ച് ഗ്രേവി ഉള്ളത് കൊണ്ട് ആ ഒരു ഗ്രേവി ഇതിലേക്ക് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു മന്തിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കണം. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മന്തി റെസിപ്പിയാണ്. ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.